മാത്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്റ്റാൻഡേർഡ് 6ന്റെ 6ാം ക്ലാസ്സിൻ്റെ 3ാമത്തെ ചാപ്റ്റർ വോളിയം, വ്യാപ്തം, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ക്ലാസ്സുകളുമാണ് 2 വീഡിയോകളായിട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇത് അതിൻ്റെ 3ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ തൊട്ട് മുമ്പുള്ള കാര്യങ്ങൾ കാണാത്ത കുട്ടികൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നത് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകാൻ കുട്ടികളെ സഹായിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് വ്യാപ്തം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ വോളിയം എന്ന് പറയും. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ആശയമെന്ന് ആദ്യത്തെ 2 വീഡിയോകളിൽ സംസാരിച്ചിരുന്നു. ഇന്നിപ്പം നമ്മൾ ചെയ്യുന്നത് പ്രായോഗികമായിട്ടുള്ള ചോദ്യങ്ങളാണ്. വ്യാപ്തവുമായി വോളിയം റിലേറ്റഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ലൈഫ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻസിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു ലോറിയിൽ, ഇതൊരു ലോറിയാന്ന് കരുതുക, ആ ലോറിയുടെ 4 മീറ്റർ നീളത്തിലും 2 മീറ്റർ വീതിയിലും 1 മീറ്റർ ഉയരത്തിലും മണലുണ്ട്. 4 മീറ്റർ ആണ്, സെന്റിമീറ്റർ അല്ല, മീറ്ററിലാണ്. മീറ്റർ മണലുണ്ട്. ഓക്കെ, എന്നിട്ട് അത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 1 ഘനമീറ്റർ മണലിന് 1000 രൂപയാണ് വില. 1 ഘനമീറ്റർ മണലിന്റെ വില തന്നിട്ടുണ്ട്. 1 ഘനമീറ്ററിന്റെ വില നമുക്ക് തന്നിട്ടുണ്ട് 1000 രൂപ. ഓക്കെ, അപ്പോൾ 1000 rupees ആണ് എന്തിനുള്ളത്? പെർ ക്യൂബിക് മീറ്റർ. 1 ക്യൂബിക് മീറ്ററിന് തന്നിട്ടുള്ള വില എത്രയാണ്? പറഞ്ഞിട്ടുള്ള വില 1000 രൂപയാണ്. അപ്പോൾ എത്ര ഈ മണലിന് ചെലവ് വരും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇതിനകത്ത് ഈ ലോറിയിൽ എത്ര മണൽ കൊള്ളും, സാൻഡ് കൊള്ളും എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതെന്തുണ്ട്, ഈ മണൽ കൊള്ളുന്ന ഭാഗം എങ്ങനെ ഉണ്ടാവും? നമ്മൾക്ക് കാണാം, ഇതേമാതിരിയുള്ള ഒരു പെട്ടീനെ പോലെയാണ് ലോറിന്റെ ബാക്കിൽ ഉണ്ടാവല്ലേ. ലോറിയുടെ ബാക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ഇതേമാതിരിയാണ് ഉണ്ടാവുക. അപ്പൊ ഇതിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട് 4 മീറ്റർ, ഇത് തന്നിട്ടുണ്ട് 2, ഇത് തന്നിട്ടുണ്ട് 1. അപ്പോ ഇതിൽ കൊള്ളുന്നതിന്റെ അളവാണ് അതിന്റെ വോളിയം എന്ന് പറയുന്നത്, വ്യാപ്തം എന്ന് പറയുന്നത്. അത് നമുക്ക് എന്താണെന്നറിയാം, L/B/H, അതായത് നീളം ഗുണം വീതി ഗുണം ഉയരം. ഇതാണ് നമ്മളുടെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത്. വ്യാപ്തം. അപ്പൊ എന്താണ് L എന്ന് പറഞ്ഞാൽ ലെങ്ത്, അതിന്റെ ചുരുക്കമാണ് ഞാനിവിടെ L എന്ന് എഴുതിയത്. ബ്രെഡ്ത്തിന്റെ ചുരുക്കം ലെങ്ത്. ഇത് ബ്രെഡ്ത്ത്, ഇത് ഹൈറ്റ്. ഇത് നീളം, ഇത് ഉയരം. ഇത് നീളം, ഇത് വീതി, ഇത് ഉയരം. അത് 3ഉം കിട്ടിക്കഴിഞ്ഞാൽ ആ 3 അളവുകളും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് വോളിയം അല്ലെങ്കിൽ വ്യാപ്തം. അപ്പൊ നമ്മൾക്ക് ഇവിടെ എത്രയാ കിട്ടുക? 4 മീറ്റർ ഇൻറ്റു 2 മീറ്റർ, 4 മീറ്റർ ഇൻറ്റു 2 മീറ്റർ ഇൻറ്റു 1 മീറ്റർ. ഓക്കെ, അപ്പൊ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്താൽ നമ്പർ മാത്രം ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. 4 ഇൻറ്റു 2 ഇൻറ്റു 1 നമുക്ക് എത്ര കിട്ടും? 4 ഗുണം 2 ഗുണം 1 4 2 8. 8നെ 1 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 8 തന്നെ കിട്ടും. ഈ മീറ്ററിലായതുകൊണ്ട് ശ്രദ്ധിക്കുക, മീറ്ററിലായതുകൊണ്ട് ഇതിന്റെ ആൻസർ വരുന്നത് ക്യൂബിക് മീറ്റർ അല്ലെങ്കിൽ ഘനമീറ്റർ. ഇതിലാണ് ഇതിന്റെ ആൻസർ വരിക. ഇനിയാണ് നമ്മൾക്ക് ഇപ്പൊ വോളിയം ഓക്കെ ആയി. ഇനി എന്താണ് പറഞ്ഞത്? 1 ഘനമീറ്റർ മണലിന്റെ വില 1000 രൂപ. അപ്പൊ ക്യൂബിക് മീറ്റർ മണലിന്റെ വിലയാണ് 1000 rupees. നമുക്ക് എത്ര ക്യൂബിക് മീറ്റർ ഉള്ളത്? 1 ക്യൂബിക് മീറ്ററിനാണ് എന്തുണ്ടാവുക? 1000 രൂപ ഉണ്ടാവുക. ഓക്കെ, 1 ക്യൂബിക് മീറ്ററിനാണ്. അപ്പൊ 8 ക്യൂബിക് മീറ്റർ ഇവിടെ ഉണ്ട്. 1 ഘനമീറ്ററിന്റെ വില നമുക്ക് തന്നിട്ടുണ്ട് 1000 രൂപയാണ്. നമുക്കുള്ള എത്രയാണ്? 8 ഘനമീറ്റർ ആണ് നമുക്കുള്ളത്. അപ്പൊ അതിനു വേണ്ടി വരുന്ന ആകെ വില, മണലിന്റെ വില എത്രയായിരിക്കും? ആകെ വില അല്ലെങ്കിൽ ടോട്ടൽ പ്രൈസ്, ടോട്ടൽ വാല്യൂ എത്രയായിരിക്കും നമുക്ക് വേണ്ടി വരിക? 8 ഇൻറ്റു 1000. അതിന്റെ കാരണം മനസ്സിലായല്ലോ. 1 ഘനമീറ്ററിനാണ് 1 ക്യൂബിക് മീറ്ററിനാണ് 1000 രൂപ. അപ്പൊ ഇവിടെ 8 ക്യൂബിക് മീറ്റർ ഉണ്ട്. അതുകൊണ്ട് 8 ഇൻറ്റു 1000 ഈക്വൽ ടു നമുക്ക് കിട്ടും 8000 രൂപ.
മലയാളത്തിൽ രൂപ, ഇംഗ്ലീഷിലാണെങ്കിൽ റുപ്പീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസറായി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മീറ്ററിലാണ് ചോദ്യം. നീളം, വീതി, ഉയരം തന്നിട്ടുണ്ട്. ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ടോട്ടൽ വോളിയം കണ്ടുപിടിച്ചു. ഒരു ഘനമീറ്ററിന്റെ പൈസ തന്നിട്ടുണ്ട്. അപ്പൊ എത്ര ഘനമീറ്റർ കിട്ടി? ഈ 8-ന് പകരം 10 കിട്ടിയെങ്കിൽ 10 × 1000, 4 കിട്ടിയെങ്കിൽ 4 × 1000. എത്രയുണ്ട് അതിനെ ആ റുപ്പീസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് ആയി. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിൽ പറയുന്നത് 6 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 50 സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു തറയുടെ, ഒരു പ്ലാറ്റ്ഫോമിന്റെ വോളിയം എത്ര ക്യൂബിക് സെന്റിമീറ്റർ ആണ്, എത്ര ഘന സെന്റിമീറ്റർ എന്നാണ് ചോദ്യം. നമുക്കതിൻ്റെ നീളം തന്നിട്ടുണ്ട്, വീതി തന്നിട്ടുണ്ട്, ഉയരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ നീളത്തിന് നമ്മൾ L എന്ന് എഴുതി, വീതിയെ B എന്ന് എഴുതാം, ഹൈറ്റിന് നമ്മൾ ഉയരത്തിന് H എന്ന് എഴുതാം. മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ ഇത് നീളമാണ്, ഇത് വീതിയാണ്, ഇത് ഉയരമാണ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എത്ര ഘന സെന്റിമീറ്റർ ആണ് വോളിയം, വ്യാപ്തം എന്നാണ് ചോദ്യം. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് ശ്രദ്ധിക്കണം ഈ പ്രോബ്ലത്തിൽ. ഓക്കെ, എന്താണെന്ന് കാര്യം എന്ന് വെച്ചാൽ ഘന സെന്റിമീറ്റർ ആകുമ്പം നിങ്ങൾ ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ ഘന സെന്റിമീറ്റർ, ക്യൂബിക് സെന്റിമീറ്ററിലാണ് ചോദ്യം വരുന്നതെങ്കിൽ ഈ തന്നിരിക്കുന്ന അളവുകളെല്ലാം സെന്റിമീറ്റർ ആക്കി ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, പ്രധാനപ്പെട്ട കാര്യമാണ്, ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് എന്താണ്? ഒരു 6 മീറ്ററിന് നമ്മൾക്ക് എത്ര കിട്ടും? L = എന്നൊക്കെ മാറ്റി എഴുതുക. 6 മീറ്ററിന് 1 മീറ്റർ 100 സെന്റിമീറ്റർ ആണെന്നറിയാലോ. അപ്പോൾ 6 മീറ്റർ 600 സെന്റിമീറ്റർ. B എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്, അത് 100 സെന്റിമീറ്റർ. ഹൈറ്റ് നമുക്ക് സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, അതുകൊണ്ട് അതിന് 50 സെന്റിമീറ്റർ. വോളിയം കണ്ടുപിടിക്കാൻ, വ്യാപ്തം കണ്ടുപിടിക്കാൻ 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടും 600 × 100 × 50. ശ്രദ്ധിക്കും കുട്ടികളെ, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് 0 വരുന്ന നമ്പറുകൾ ഗുണിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. 0 ഒരുപാട് വരുന്ന സംഖ്യകൾ ഗുണിക്കുന്ന സമയത്ത് 0 ഇല്ലാത്ത സംഖ്യകൾ ആദ്യം നമ്മൾ ഗുണിച്ചെടുക്കുക. അപ്പൊ ഏതെല്ലാം വരിക? 6, 1, 5. നോക്ക്, 6, 1, 5. 6, 1, 6, 6, 5, 30. നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ 6 × 1 6, 6 × 5 30 എന്ന് കിട്ടും. അപ്പൊ ഈ 3 നമ്പറുകൾ മാത്രം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 30 എന്ന് കിട്ടി. കൂടാതെ ഇനി എത്ര 0 ഉണ്ട് അധികം, അത് ഇവിടെ ചേർത്ത് വെച്ചാൽ മതി. ഇവിടെ 1, 2, 3, 4, 5 0. അപ്പോൾ 1, 2, 3, 4, 5 0. അപ്പോൾ ഇത്രയും ആണ് എന്ത് വരിക? ക്യൂബിക് സെന്റിമീറ്റർ വോളിയം, ക്യൂബിക് സെന്റിമീറ്റർ. അല്ലെങ്കിൽ നമ്മൾ എഴുതും ഘന സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഇതിന്റെ വ്യാപ്തമായിട്ട് വരും. ഈസിയാണെന്ന് മനസ്സിലായല്ലോ. ഘന സെന്റിമീറ്റർ ശ്രദ്ധിക്കണേ, ഇതൊരു പോയിന്റ് ഉണ്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? എല്ലാം സെന്റിമീറ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറഞ്ഞത്. 5 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 25 സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു മരക്കഷണത്തിന്റെ വ്യാപ്തം എന്താണ്? ഒരു ഘനമീറ്റർ മരത്തിന് 60,000 രൂപയാണ് വില എങ്കിൽ ഈ മരക്കട്ട വാങ്ങാൻ എത്ര രൂപ വേണം? അപ്പോ ഒരു വുഡൻ ബ്ലോക്കിന്റെ ലെങ്ത് 5 മീറ്റർ, ബ്രെഡ്ത്ത് 1 മീറ്റർ, 25 സെന്റിമീറ്റർ അതിന്റെ ഹൈറ്റ് ആയിട്ട് വരുന്ന ഒരു വുഡൻ ബ്ലോക്ക്, ഒരു മരക്കട്ടയുടെ വോളിയം എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്, ഹൈറ്റ്, നീളം, വീതി, ഉയരം ഉണ്ട്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? L എന്ന് എഴുതാം 5 മീറ്റർ, B എഴുതാം 1 മീറ്റർ, ഹൈറ്റ് എഴുതാം 25 സെന്റിമീറ്റർ. പിന്നെ രണ്ടാമത് അതിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഘനമീറ്റർ മരം വാങ്ങാൻ 60,000 രൂപ ചെലവുണ്ട്. 1 ക്യൂബിക് മീറ്റർ ബ്ലോക്കിന് 60,000 റേറ്റ് ഉണ്ടെങ്കിൽ ഈ മരക്കട്ട വാങ്ങാൻ എത്ര വില വരും എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമുക്കറിയാം, നമ്മളിവിടെ വോളിയമാണ് കണ്ടുപിടിക്കുക, വോളിയം വ്യാപ്തമാണ് കണ്ടുപിടിക്കുക. ശ്രദ്ധിക്കണം, ഓരോരോ കണക്കിന് ഓരോരോ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ഇതിന്റെ പ്രത്യേകത 1 ഘനമീറ്ററിൻ്റെതാണ് നമുക്ക് തന്നത്. അത് ക്യൂബിക് മീറ്ററിലാണ് അളവ് തന്നത്.
പക്ഷെ നമ്മളടുത്ത് തന്നിട്ടുള്ള ഒരളവ് സെന്റിമീറ്ററിലുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സെന്റിമീറ്ററിനെ നമ്മൾ മീറ്ററിലാക്കി ചെയ്യണം. സെന്റിമീറ്ററിനെ മീറ്ററിലാക്കണം. അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? 25 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 25/100 മീറ്റർ ആണ് അത് നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സെന്റിമീറ്ററിനെ മീറ്ററിലാക്കുമ്പോൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ. അവിടെ അറിയാത്ത കുട്ടികളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ. അതുകൊണ്ട് സെന്റിമീറ്ററിന്റെ മെഷർമെന്റിനെ മീറ്ററിലാക്കാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 25/100 നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. എന്ത് ചെയ്യാം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് 5 വരും. ഇത് എത്ര വരും? 20 വരും. 25 100 അങ്ങനെ 5നെയും 20നെയും വീണ്ടും നമ്മൾക്ക് കട്ട് ചെയ്താൽ ഇവിടെ 1 വരും, ഇവിടെ 4 വരും. അതായത് 1/4 മീറ്റർ എന്ന് കിട്ടും. അപ്പൊ ഹൈറ്റ് ഇത് കിട്ടി, ഇതും മീറ്ററിൽ കിട്ടി. അപ്പൊ വോളിയം കണ്ടുപിടിക്കാനുള്ള വഴി LBH, അതായത് മലയാളത്തില് നീളം, വീതി, ഉയരം, ഇത് 3ഉം കൂടെ ഗുണിച്ചാൽ മതി. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താ? 5 × 1 × 1/4. നമുക്ക് ശ്രദ്ധിക്കുക കുട്ടികളെ, 5നെ 1 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്കറിയാം 5 തന്നെ. ആ 5നെ 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 5/4. എന്താണ് യൂണിറ്റ് കിട്ടുക? ക്യൂബിക് മീറ്റർ അല്ലെങ്കിൽ ഘന മീറ്റർ ആണ് അതിന്റെ ഉത്തരം കിട്ടുക. ഇനി ശ്രദ്ധിക്കണം, 1 ഘനമീറ്ററിന്റെ രൂപ എത്ര? 60,000 രൂപയാണ്. റുപ്പീസ് ആണ് 60,000. 1 ഘനമീറ്റർ നമ്മളിവിടെ എത്രയുള്ളത്? 5/4 ആണ് ഉള്ളത്, 5/4. അതുകൊണ്ട് നമ്മൾ അതിന്റെ കോസ്റ്റ് എത്ര വരും? ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ആകെ നമ്മൾക്ക് കോസ്റ്റ് ആയിട്ട് വരുന്നത് ആകെ വില ചോദ്യത്തിന്റെ അവസാനം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് അത് അവിടെ എഴുതിയാൽ മതി. ഈക്വൽ ടു 5/4 × 60,000. 5/4 × 60,000. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. 1 ഘനമീറ്ററിന് 60,000 എന്ന് വിചാരിക്കുക. അപ്പൊ 2 ഘനമീറ്ററിന് എത്രയായിരിക്കും? 2 ക്യൂബിക് മീറ്ററിന് എത്രയായിരിക്കും? 2 × 60,000 ആയിരിക്കും അല്ലെ? 3 ക്യൂബിക് മീറ്ററിനോ? 1 ക്യൂബിക് മീറ്ററിന്റെ വിലയാണ് ഇത്. 3 ക്യൂബിക് മീറ്ററിനോ? 3 × ഇതായിരിക്കും വരിക. അതേപോലെ 5/4 ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ 5/4 ക്യൂബിക് മീറ്ററിന് ഘനമീറ്ററിന് എത്ര വരും? 5/4 × ഈ എമൗണ്ട് വരും. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും നോക്കിയാൽ? 5/4 5 × 6 നമുക്ക് എത്ര കിട്ടും? 30. അതിന്റെ കൂടെ എത്ര സീറോ? അതിന്റെ കൂടെ എത്ര സീറോ ഉണ്ട് നോക്കിയാൽ? 1 2 3 4 സീറോ. ഡിവൈഡഡ് ബൈ 4 ആണ്. കുട്ടികളെ, ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ പ്രയാസം ഉണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? കുട്ടികൾ ശ്രദ്ധിച്ചാൽ 3000 ഇങ്ങനെ എഴുതിയിട്ട് നോക്കിയാൽ ×100/4 എന്ന് എഴുതാലോ. നോക്കിയാൽ ഇത്രയും 0 ഇല്ലേ? അപ്പൊ ഈ 4നെ നമുക്ക് കട്ട് ചെയ്യണം. 4നെ കട്ട് ചെയ്യാൻ ഇതിനെ ഫുൾ 4 കൊണ്ട് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ, ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രയാസമായിരിക്കും. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇതിനെ ഇങ്ങനെ ×100 എന്ന് എഴുതാം. ഈ 100ല് ഈ 4 നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 100ല് 4 എത്ര ക്യാൻസൽ? 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇവിടെ 2 വരും, ഇവിടെ 50 വരും. ഓക്കെ, 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഈ 50നെ വീണ്ടും 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടും? 25. അപ്പൊ നമുക്ക് എഴുതാം 3000 × 25. 3000 × 25 കണ്ടുപിടിക്കാൻ വിഷമമില്ലല്ലോ. 3നെ 25 കൊണ്ട് ഗുണിച്ചാൽ മതി. 3 × 25 നമുക്കറിയാം 75 അല്ലേ? 3 25 75 ആണ്. അപ്പൊ അതിനുശേഷം 3 0 നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇവിടെ രൂപ, ഇവിടെ റുപ്പീസ് എഴുതി കഴിഞ്ഞാല് നമ്മൾക്ക് ഈ ചോദ്യത്തിന്റെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ. ഇനി ഇങ്ങനെ 100 ഇട്ടിട്ട് എഴുതാൻ പറ്റാത്ത കുട്ടിയാന്ന് വിചാരിച്ചോ. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്താൽ മതി? ശ്രദ്ധിച്ചാൽ അവ കുട്ടിക്ക് ഞാൻ പറഞ്ഞുതരാം. 5/4 ×
ഇങ്ങനെയല്ലേ നമ്മൾ നമ്പർ ഉള്ളത്. ഓക്കെ, ഇതൊരു ഇരട്ട നമ്പർ ആണല്ലോ. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇത് എത്ര വരും? 30 വരും. 30,000 വരും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 30ൽ 2 15. 30ൽ 15 ആയി. ബാക്കി എത്ര കിട്ടും? ഇത്ര കിട്ടും. ഓക്കെ, ഇനി അപ്പൊ എന്ത് ചെയ്താൽ മതി? 5നെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 15,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5നെ 15 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 75. അതിനുശേഷം 3 0 കൂടെ കൊടുത്താൽ അതിന്റെ ആൻസർ ആയി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ വഴി ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഈ വഴി ഉപയോഗിച്ച് ചെയ്യാം. നിങ്ങളുടെ ചോയ്സ് ആണിത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. നമ്മൾ ഇതുവരെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം കണ്ടുപിടിക്കുകയാണ് അല്ലെ. വ്യാപ്തം വോളിയം എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരു മീനിങ്, നമ്മൾ ഇതേമാതിരിയുള്ള ഒരു പാത്രം ഉണ്ട് വിചാരിക. ആ പാത്രത്തില് എന്തെങ്കിലും കാര്യങ്ങൾ നിറച്ചു വെച്ചാല് അതിനകത്ത് കൊള്ളുന്നതിന്റെ അളവിനെയാണ് എന്ത് പറയാ? വ്യാപ്തം വോളിയം എന്ന് പറയാം. അപ്പോൾ അതിനെ മറ്റൊരു ഭാഷയില് ഉള്ളളവ് എന്നും പറയും. അതായത് വ്യാപ്തത്തിന് മറ്റൊരു ഭാഷയിൽ പറയുന്ന വാക്കാണ് ഉള്ളളവ്. അതിന്റെ ഉള്ളിൽ കൊള്ളുന്ന അളവ് എന്നർത്ഥം. ഓക്കെ, ഉള്ളളവ്. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ അതിന്റെ കപ്പാസിറ്റി പറയും. വോളിയം എന്ന് പറഞ്ഞാല് അതിന് നമ്മൾ മറ്റൊരു വാക്ക് നമ്മൾ പറയും കപ്പാസിറ്റി ഓഫ് ദ വെസൽ, കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് എന്നൊക്കെ പറയുന്നത് ആ ടാങ്കിന്റെ ഉള്ളിൽ കൊള്ളുന്നതിന്റെ അളവാണ്. അപ്പൊ വോളിയം വ്യാപ്തം ഉള്ളളവ് എന്ന് പറയുന്നത് മനസ്സിലാക്കണം. ഒരു പാത്രത്തില് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊള്ളുന്നതിന്റെ അളവാണ് അതിന്റെ വോളിയം എന്ന് പറയുന്നത്. അതിൽ ഉൾക്കൊള്ളുന്നത് എത്രയുണ്ട് എന്നുള്ളത്, അതിന് നമ്മൾ കപ്പാസിറ്റി പറയാം. ഓക്കെ, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നോക്കാം. ചതുരപ്പെട്ടിയുടെ ആകൃതിയിലുള്ള ഒരു ജലസംഭരണിക്ക് 4 മീറ്റർ നീളവും 2.5 മീറ്റർ ഉയരവുമുണ്ട്. ഇതിൽ 15,000 ലിറ്റർ വെള്ളം കൊള്ളും. ജലസംഭരണിയുടെ വീതി എത്രയാണ്? ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ഒരു വാട്ടർ ടാങ്ക് ഏതിന്റെ ഷേപ്പാണ്? റെക്ടാങ്കുലർ ബോക്സിന്റെ ഷേപ്പാണ് ഉള്ളത്. അപ്പൊ അതിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 4 മീറ്റർ, ഹൈറ്റ് 2.5 മീറ്റർ ഉണ്ട്. അതിൽ കണ്ടെയ്ൻ ചെയ്യുന്ന വാട്ടർ 15,000 ലിറ്റർ ആണ്. എങ്കിൽ ഫൈൻഡ് ദ ബ്രെഡ്ത്ത് ഓഫ് ദ ടാങ്ക്, വാട്ടർ ടാങ്ക് എന്നാണ് ചോദ്യം. ഇവിടെ ശ്രദ്ധിക്കുക കുട്ടികളെ, ഇവിടെ വോളിയം അതിൽ കൊള്ളുന്ന അളവിനെ നേരത്തെ പറഞ്ഞല്ലോ, വോളിയമാണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്, വ്യാപ്തമാണ് ഉള്ളളവ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ജലസംഭരണിയിലുള്ള വെള്ളം ജലസംഭരണിയുടെ ഉള്ളളവാണ്, വോളിയമാണ്, വ്യാപ്തമാണ്. അപ്പോൾ അത് 15,000 ലിറ്റർ എന്നാണ് തന്നത്. നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താ? വോളിയം, വ്യാപ്തം എന്നൊക്കെ പറയുന്നത് ഇംഗ്ലീഷിലാണെങ്കിൽ ക്യൂബിക് സെന്റിമീറ്ററിലാണ് അല്ലെങ്കിൽ ക്യൂബിക് മീറ്ററിലാണ് വരിക. വ്യാപ്തം എന്ന് പറയുമ്പോൾ അത് ഘന സെന്റിമീറ്റർ, ഘന മീറ്റർ, ഈ അളവിലാണ് വരിക. ഘന, ക്യൂബിക് എന്ന് പറയും. പക്ഷെ ഇവിടെ എന്താണ് തന്നത്? 15,000 ലിറ്റർ എന്നാണ് തന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾക്ക് ഈ ലിറ്ററിനെ ശ്രദ്ധിക്കണേ, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ലിറ്ററിനെ നമ്മൾ മീറ്റർ ക്യൂബിലേക്ക് മാറ്റുക. ലിറ്ററിനെ മീറ്റർ ക്യൂബ്. അപ്പൊ എന്താണ് ലിറ്ററിനെ എങ്ങനെയാണ് മീറ്റർ ക്യൂബിൽ മാറ്റുക? കുട്ടികൾ ശ്രദ്ധിക്കുക. ഇതാ നോക്കൂ കുട്ടികളെ, 1 മീറ്റർ, നോക്ക്, 1 മീറ്റർ നീളം, 1 മീറ്റർ വീതി, നോക്ക്, ദാ ശ്രദ്ധിക്കുക, 1 മീറ്റർ ഉയരമുള്ള ഒരു ടാങ്കിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവാണ് എത്ര വരല്? 1 മീറ്റർ ഉയരം. ഇതിനുള്ളിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ ടോട്ടൽ ആണ് എത്ര വരിക? 1 ലിറ്റർ. എന്താണ് അർത്ഥം? 1 മീറ്റർ ലെങ്ത്, 1 മീറ്റർ വിഡ്ത്ത്, 1 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു പാത്രത്തില്, ഒരു വെസലില് അല്ലെങ്കിൽ ഒരു ടാങ്കില് കൊള്ളുന്ന വാട്ടറിന്റെ അളവാണ് എന്ത് പേരില്? 1 ലിറ്റർ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ 1 മീറ്റർ ലെങ്ത്, 1 മീറ്റർ ബ്രെഡ്ത്ത്, 1 മീറ്റർ ഹൈറ്റ് വരുമ്പോൾ അതിന്റെ വോളിയം എന്താ വരിക? അത് നമുക്കറിയാം. 1 മീറ്റർ, 1 മീറ്റർ നീളം, 1 മീറ്റർ വീതി, 1 മീറ്റർ ഉയരാകുമ്പോൾ അതിന്റെ വ്യാപ്തം നമുക്കറിയാം. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, അതായത് 1 ഇൻറ്റു 1 ഇൻറ്റു 1. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 1 മൾട്ടിപ്ലൈ ചെയ്താൽ 1 തന്നെ കിട്ടും. അപ്പൊ അതിന്റെ കിട്ടല് 1 m³ കിട്ടും. കാരണം ഇത് മീറ്ററിലാണല്ലോ ചോദ്യം. അപ്പൊ 1 m³ തുല്യമാണ് എത്ര വരുന്നത്?
സോറി 1 ലിറ്റർ അല്ല, എക്സ്ട്രീംലി സോറി, 1 m³ വരുന്നത് 1000 ലിറ്റർ ആണ്. 1 m³ വരുന്നത് 1000 ലിറ്റർ. നമുക്ക് ഇവിടെ എഴുതാം 1000 ലിറ്റർ ആണ് 1 മീറ്റർ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഇങ്ങനെയാണ്. ഇതാ ഇവിടുന്ന് ഇവിടത്തേക്ക് നിങ്ങൾ കാണുന്നുണ്ടോ, എന്റെ ഈ വിരലിന്റെ അറ്റം മുതൽ ഇവിടത്തേക്കുള്ളത് 1 മീറ്റർ ആണ്. ഈ 1 മീറ്റർ നീളം, അതേപോലെ 1 മീറ്റർ ഉയരം, ഓക്കെ, 1 മീറ്റർ വീതിയുള്ള വലിയൊരു ടാങ്ക് ഉണ്ട് വിചാരിച്ചോ. ആ ടാങ്കില് 1000 ലിറ്റർ വെള്ളം കൊള്ളും. 1000 ലിറ്റർ വാട്ടർ. മനസ്സിലായോ? അപ്പോ 1 മീറ്റർ ക്യൂബ് എത്രയാണ്? 1000 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 15000 ലിറ്റർ നമുക്ക് എങ്ങനെ എഴുതാം? 15 m³ എന്ന് എഴുതിക്കൂടെ? അല്ലെങ്കിൽ m³ മീൻസ് ഘനമീറ്റർ. m³ മറ്റൊരു ഭാഷയാണ് ഒരു ഘനമീറ്റർ. m³ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഒരു ഘനമീറ്റർ അല്ലെങ്കിൽ ഒരു ക്യൂബിക് മീറ്റർ. അപ്പൊ 15000 ലിറ്റർ നമുക്ക് എങ്ങനെ എഴുതാം? 15 എന്തെഴുതാം? ഘനമീറ്റർ. അല്ലെങ്കിൽ എന്തെഴുതാ? 15 ക്യൂബിക് മീറ്റർ. ഐഡിയ മനസ്സിലായിട്ടില്ലേ? ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരു മീറ്റർ നീളം, 1 മീറ്റർ വീതി ഞാൻ പറഞ്ഞില്ലേ, അത് 1 മീറ്റർ ക്യൂബ് അല്ലേ? നമ്മൾ കഴിഞ്ഞ നേരത്തെ പഠിച്ച ഭാഗങ്ങളിൽ 1 മീറ്റർ നീളം, 1 മീറ്റർ വീതി, 1 മീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിൽ, ഉയരം ഉണ്ടെങ്കിൽ 1 മീറ്റർ ക്യൂബാണ് അതിന്റെ വോളിയം വരിക. ഒരു ഘനമീറ്റർ, 1 ക്യൂബിക് മീറ്റർ ആണ് അതിന്റെ വോളിയം, വ്യാപ്തം വരിക. അപ്പൊ അതിൽ കൊള്ളുന്ന വാട്ടർ എത്രയാ വരിക? 1000 ലിറ്റർ. അപ്പൊ ആ 1 m³ ആർക്ക് ഈക്വല്? 1000 ലിറ്ററിന് ഈക്വല്. അപ്പൊ ഇവിടെ എത്രയായില്ലത്? 15000 ലിറ്റർ ഉണ്ട്. 1000 ലിറ്റർ ആണ് 1 m³. അപ്പൊ 15000 ലിറ്റർ ആകുമ്പോൾ എത്ര വരും? 15 m³ വരും. ഓക്കെ, 15. 6000 ലിറ്റർ ആണെങ്കിലോ, 6000 ലിറ്റർ ആണെങ്കിലോ 6 ഘനമീറ്റർ വരും, 6 ക്യൂബിക് മീറ്റർ വരും. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ ഇത് എത്ര വരും? 15 ക്യൂബിക് മീറ്റർ വരും ഇത്. അപ്പോ നമ്മൾക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് അറിയോ? അതിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്, നീളം തന്നിട്ടുണ്ട്, ഉയരം തന്നിട്ടുണ്ട്, വീതിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഒരു കോളം വരച്ചിട്ട് ഒരുപാട് പ്രോബ്ലം കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു. അതിനപ്പം നമ്മൾ എന്താ എഴുതിയത് നോക്കൂ കുട്ടികളെ. L/B/H നമ്മൾ എഴുതിയത് വോളിയം. മലയാളം കുട്ടികളാണെങ്കിൽ എഴുതും നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം സമം വ്യാപ്തം. ഓക്കെ, നമുക്ക് എന്തൊക്കെയാ തന്നത് നോക്കിയാൽ? 4 നീളം 4, ഹൈറ്റ്, വീതി അറിയില്ല, അപ്പൊ വീതി തന്നെ എഴുതി, ബി തന്നെ എഴുതി. ഉയരത്തിന് പകരം നമ്മൾ എഴുതുന്നത് എന്ത്? 2.5 ഈക്വൽ ടു വ്യാപ്തം എത്ര? 15. ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയാൽ നീളം, വീതി, മലയാളം കുട്ടികൾ വീതി എന്ന് എഴുതിയാലും മതി, ബി എന്ന് എഴുതാനും വീതി എന്ന് എഴുതിയാലും മതി കേട്ടോ. ഓക്കെ, ഇനി ബി എന്ന് എഴുതാൻ വീതിനെ ബി എന്ന് വിളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് എളുപ്പം. ഉയർന്ന ക്ലാസ്സിലേക്കും ഇങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ കണ്ടോ കുട്ടികളെ, 4 × b × 2.5. ഈ 2.5 2.5 നമുക്ക് എങ്ങനെ എഴുതാം? ശ്രദ്ധിച്ചാൽ 2.5 നമുക്ക് എങ്ങനെ എഴുതാം? 5/2 പഠിച്ചിട്ടുണ്ടാവുമല്ലോ. എങ്ങനെയാ പഠിച്ചത്? ഈ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ പുറം ഒന്നുകൂടെ കൂട്ടിയാൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 5/2 കിട്ടും. അപ്പൊ നമ്മൾക്ക് ഇവിടെ കിട്ടും 4നെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? ഈ 5/2നെ മൾട്ടിപ്ലൈ ചെയ്യുക ഇൻറ്റു ബി ഈക്വൽ ടു 15. നോക്ക്, ഈ 4നെ നമുക്ക് 2ൽ തടയാം. എത്ര? 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഞാൻ ഇവിടെ എഴുതാം 2 × 5 × b ഈക്വൽ ടു 15. 2 × 5 × b, 2 × 5 എത്ര? 10. അപ്പൊ 10 × b ഈക്വൽ ടു 15. ഇങ്ങനെ വരുമ്പോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഇടത് ഭാഗത്ത് അറിയാത്ത ഒരാൾ ഉണ്ടെങ്കിൽ ഈ നമ്പർ അപ്പുറത്തേക്ക് പോകുമ്പോൾ ബൈ ഇട്ടിട്ട് പോകണം. അപ്പൊ b ഈക്വൽ ടു 15/10. 15/10. അതിന്റെ എക്സാമ്പിൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് എങ്ങനെയാണ് ഇത് വരുന്നതെന്ന്. ആ വീഡിയോ കാണാത്ത കുട്ടികൾ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നത് ഗുണം ചെയ്യും. അപ്പൊ 15/10 ഇത് രണ്ടിൽ കോമൺ ആയിട്ട് ആരുണ്ട്? 5 ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 5 കൊണ്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇവിടെ 3 എഴുതാം.
ഇവിടെ എത്ര എഴുതാം 2. അപ്പൊ നമുക്ക് കിട്ടും 3/2. അതിന് സിംപ്ലിഫൈ ചെയ്താൽ 3/2 കിട്ടും. 15/10 3/2. ഈ 3/2 എന്ന് പറയുന്നതിനാ നമ്മൾക്ക് എങ്ങനെ എഴുതാം? 3/2 എന്ന് പറയുമ്പോൾ അതിന് ഇങ്ങനെ എഴുതാം 2 + 1/2. 2 + 1/2. അതായത് 2/2 + 1/2. 2/2 എത്രയാണ്? 1 പ്ലസ് 1/2. അപ്പൊ ആൻസർ എത്ര കിട്ടും? 1.5 അളവ് മീറ്റർ. കാരണം എന്താ? ഇതെന്താ സാധനം? വീതിയാണ്. ഇത് വീതിയാണ് ബി. അപ്പൊ എത്ര കിട്ടി നമുക്ക്? ബി ഈക്വൽ ടു ആൻസർ കിട്ടി. ബി ഈക്വൽ ടു 1.5 മീറ്റർ. വീതി വി എന്ന് പറഞ്ഞാല് വീതിയാണ്. അത് കിട്ടി. അപ്പോ ഇതും ചിലപ്പോ ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരുന്നതായിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 3-ൽ എത്ര 2 ഉണ്ട് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ അറിയില്ലേ? 3-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 1 2 2, ബാക്കി ഇവിടെ 1. അപ്പൊ ആൻസർ വരില്ല എത്ര? ഇത് ആദ്യം എഴുതുക, പിന്നെ ഈ റിമൈൻഡർ എവിടെ എഴുതുക? മേലെ എഴുതിയിട്ട് ഈ 2 എഴുതുക. ഇങ്ങനെയും നമുക്ക് എന്ത് എഴുതാം? കണ്ടുപിടിക്കാം. ഓക്കെ, കഴിഞ്ഞ വീഡിയോയില് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ കിട്ടും 1.5 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ശ്രദ്ധിച്ച് പഠിക്കണം. ഇവിടെ അറിയാത്തൊരു കാര്യം, ഇടത് ഭാഗത്താണ് ഉണ്ടാവുക ഈ ഈക്വൽ ടുവിന്റെ സമത്തിന്റെ ഇടത് ഭാഗത്ത്. അപ്പൊ അതിന്റെ ഇടത് ഭാഗത്ത് കൂടെ വരുന്ന നമ്പർ അപ്പുറത്തേക്ക് പോകുമ്പോൾ ബൈ ആവും എന്നുകൂടി മനസ്സിലാക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നീളം 20 സെന്റിമീറ്ററും വീതി 15 സെന്റിമീറ്ററും ഉയരം 10 സെന്റിമീറ്ററുമായ ഒരു പാത്രത്തിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? അപ്പൊ ആ പാത്രത്തിന്റെ, നമ്മൾ നേരത്തെ വരച്ചത് മാതിരിയുള്ള ഒരു പാത്രം നമ്മളിപ്പോ ഇങ്ങനെ എടുത്താൽ, ഇതൊരു പാത്രം എന്ന് വിചാരിക്കുക. ആ പാത്രത്തില് ഇത് 20 സെന്റിമീറ്റർ, ഇത് 15 തന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ എത്ര, ഇതിനകത്ത് കപ്പാസിറ്റി വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കൂ, എത്ര ലിറ്റർ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം. വോളിയം ഓർമ്മിക്കണേ, വ്യാപ്തം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യം അതങ്ങ് കണ്ടുപിടിച്ചേക്കാം. അത് കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ. ഇത് 3 എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നോക്കിയാൽ എല്ലാം സെന്റിമീറ്ററിലാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? 20 × 15 × 10 ഗുണിച്ച് നോക്കിയാൽ നമുക്ക് എത്ര കിട്ടും? 2 15 30. 30-ന് നമുക്ക് 30 നമ്പർ കിട്ടി. എത്ര സീറോ ഉണ്ട്? 1 2 0. അപ്പൊ നമുക്ക് എത്ര കിട്ടി? ഇത്ര പോലെ കിട്ടി. ഓക്കെ, 2 15 30 × 1 30, പിന്നെ പൂജ്യങ്ങൾ ചേർത്താൽ മതിയല്ലോ. ഓക്കെ, ഇത്ര എന്ത് കിട്ടും? യൂണിറ്റ് നോക്കണം. സെന്റിമീറ്ററിലാണ് ഇതൊക്കെ ഉള്ളത്. അപ്പൊ എന്താണ്? ഘന സെന്റിമീറ്റർ. ഇംഗ്ലീഷിലാണെങ്കിൽ ക്യൂബിക് മീറ്റർ, അല്ലെങ്കിൽ മീറ്റർ ക്യൂബ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ക്യൂബിക് മീറ്റർ ആണ് ഇത് കിട്ടല്. ഇനി നിങ്ങൾ അറിയും, ഇത് വ്യാപ്താണ് കിട്ടിയത്, വോളിയം. നമ്മളോട് എത്ര ലിറ്റർ എന്നാ ചോദിച്ചത്. കുട്ടികൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ ഈ വ്യാപ്തം, ഈ വോളിയത്തിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. നോക്കൂ കുട്ടികളെ, എന്താണ് 1 ലിറ്റർ എന്ന് പറയുന്നത്? ഞാൻ ഒന്ന് പറഞ്ഞുതരാം. നോക്കിക്കോ, നോക്ക്, 10 സെന്റിമീറ്റർ നീളം. ശ്രദ്ധിച്ചേ, എന്താണ് പറഞ്ഞത്? 10 സെന്റിമീറ്റർ നീളം, 10 സെന്റിമീറ്റർ വീതി, 10 സെന്റിമീറ്റർ ഉയരമുള്ള ഒരു പാത്രം ഉണ്ട് വിചാരിക്കും. ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. നോക്ക്, 10 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്ക് 10 സെന്റിമീറ്റർ ആണ്. ഈ നീളം 10 സെന്റിമീറ്റർ ആണ്. ഇത്ര നീളം, അതേപോലെ ഇത്ര വീതി, അതേപോലെ ഇത്ര ഉയരമുള്ള ഒരു ബോക്സ് ഉണ്ട് എന്ന് കരുതുക. അപ്പൊ അതിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ, വാട്ടറിന്റെ അളവാണ് 1 ലിറ്റർ. ഓക്കെ, 10 സെന്റിമീറ്റർ ആണ്. 10 സെന്റിമീറ്റർ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഉള്ള ഒരു വെസലിൽ, ഒരു പാത്രത്തിൽ കൊള്ളുന്ന വാട്ടറിന്റെ അളവാണ് എത്ര വരല്? 1 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വോളിയം എത്ര കിട്ടും? 10 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ. ഇതിന്റെ വോളിയം എത്ര കിട്ടും? 10 × 10 × 10. നീളം, വീതി, ഉയരം നമുക്ക് എത്ര കിട്ടും? 1000 ക്യൂബിക് സെന്റിമീറ്റർ. ശ്രദ്ധിക്കണേ, 1000 ക്യൂബിക് സെന്റിമീറ്റർ, 1000 ഘന സെന്റിമീറ്റർ ആണ് ഇതിന്റെ വ്യാപ്തം. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് ആർക്ക് തുല്യം? 1 ലിറ്ററിന് തുല്യം. എന്ത്? 1000
ക്യൂബിക് സെന്റിമീറ്റർ. 1000 ഘന സെന്റിമീറ്റർ 1 ലിറ്ററിന് തുല്യം. അപ്പൊ നമ്മൾക്ക് ഇവിടെ എത്ര ആയിരം ഉള്ളത്? 3000. 1000 1 ലിറ്റർ ആണ്. അപ്പൊ 3000 നമുക്ക് എത്ര ലിറ്റർ കിട്ടും? 3000ത്തിന് നമുക്ക് കിട്ടും 3000 നമ്മൾ എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എന്താക്കാൻ? ലിറ്റർ ആക്കാൻ. ശ്രദ്ധിക്കണേ, ലിറ്റർ ആക്കാൻ 1000 സെന്റിമീറ്റർ ക്യൂബിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 0.000000 എല്ലാം പോയി 3/1. നമുക്ക് ഉത്തരം 3 ലിറ്റർ എന്ന് കിട്ടും. 3 ലിറ്റർ. പഠിച്ചു വെക്കണേ, പരീക്ഷക്കെല്ലാം വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. 3 ലിറ്റർ വെള്ളം കൊള്ളും. ഏതില്? 10 സെന്റിമീറ്റർ 20 സെന്റിമീറ്റർ നീളം, 15 സെന്റിമീറ്റർ വീതി, 10 സെന്റിമീറ്റർ ഉള്ള ഒരു പാത്രത്തിൽ കൊള്ളുന്നത് 3 ലിറ്റർ. 10 സെന്റിമീറ്റർ ആ കയ്യിൽ കൊള്ളല് 1 ലിറ്റർ. അപ്പൊ 1 ലിറ്റർ എന്ന് പറയുമ്പോ ഒന്ന് അവിടെ എഴുതി വെച്ചോ. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ എഴുതി വെക്കുക 1000 ഘന സെന്റിമീറ്റർ. ഇംഗ്ലീഷ് മീഡിയത്തിൽ എഴുതുക 1 ലിറ്റർ ഈക്വൽ ടു 1000 ക്യൂബിക് സെന്റിമീറ്റർ. ഓക്കെ, ഈ പോയിന്റും കൂടെ അവിടെ എഴുതി വെക്കുക. ഓക്കെ, ലിറ്ററിനപ്പോ 2 കാര്യമായി. 1 m³ എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നിച്ചിട്ട് എഴുതിക്കോ. 1 ഘന, ഒരു ഘന മീറ്റർ എന്ന് പറഞ്ഞാല് എന്താണ്? ഘനമീറ്റർ എന്ന് പറഞ്ഞാല് 1000 കാണുമ്പോൾ ഇവിടെ 1000 ലിറ്റർ. അതായത് ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാല് 1000 ലിറ്റർ. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ഇപ്പൊ എഴുതിയ 1 ലിറ്റർ ഈക്വൽ ടു 1000 ക്യൂബിക് സെന്റിമീറ്റർ, ഘന സെന്റിമീറ്റർ. ഇത് രണ്ടും ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. കണക്ക് എളുപ്പം ചെയ്യാൻ കഴിയും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിലെന്താ പറയുന്നത് വെച്ചാല്, ഒരു സമചതുര പെട്ടിയുടെ അകത്തെ നീളവും വീതിയും ഉയരവും 4 സെന്റിമീറ്റർ വീതമാണ്. പെട്ടിയുടെ ഉള്ളളവ് എത്രയാണ്? ഈ പെട്ടിയിൽ 2 സെന്റിമീറ്റർ വീതം വശമുള്ള എത്ര സമചതുര കട്ടകൾ അടുക്കി വെക്കാൻ കഴിയും? ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻ കാണാൻ കഴിയും. എന്താണ്? ഒരു ഏത് ഷേപ്പിലുള്ളതാണ്? സമചതുര കട്ട എന്ന് പറഞ്ഞാൽ ക്യൂബിന്റെ ഷേപ്പിലുള്ള ഒരു ബ്ലോക്കാണ് അവിടെ ഉള്ളത്, അല്ലെങ്കിൽ ഒരു പെട്ടിയാണ് അവിടെ, ബോക്സ് ആണുള്ളത്. ആ ബോക്സിന്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് അവർ തന്നിട്ടുണ്ട്. 4 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ. എങ്കിൽ ഇതിന്റെ വോളിയം എത്ര എന്നുള്ളതാണ് ആദ്യം അവർ കണ്ടുപിടിക്കുക. ഉള്ളളവ് എത്രയാണ്? ഇതിന്റെ ഉള്ളളവ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് വോളിയം, ഉള്ളളവ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, കപ്പാസിറ്റി, വോളിയം. ഓക്കെ, അപ്പൊ ഇവിടെ എഴുതാണെങ്കിൽ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. ഉള്ളളവ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വ്യാപ്തമാണ്. ശ്രദ്ധിക്കണം, വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള വഴി അറിയാലോ. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. L × B × H. നീളവും വീതിയും ഉയരവും തുല്യമാണ്. അപ്പൊ നമുക്ക് കിട്ടും 4 × 4 × 4. എല്ലാം സെന്റിമീറ്ററിലാണ് കേട്ടോ. അപ്പൊ നമുക്ക് മൾട്ടിപ്ലൈ 4 4 16 4 64 കിട്ടും. അതിന്റെ യൂണിറ്റ് നമുക്ക് എഴുതാം ക്യൂബിക് സെന്റിമീറ്റർ ഇംഗ്ലീഷില്, ഘന സെന്റിമീറ്റർ മലയാളത്തിൽ. ഓക്കെ, അപ്പൊ അതിന്റെ എന്തായി? കപ്പാസിറ്റി ആയി 64 ക്യൂബിക് സെന്റിമീറ്റർ. അപ്പൊ ഉള്ളളവ് അല്ലെങ്കിൽ വോളിയം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ലിറ്ററിനോ ഭാരെന്നോ അങ്ങനത്തെ ഒന്നും പറയാത്തത് കൊണ്ട് വേറെ ഒന്നും നമ്മൾ അതിൽ നോക്കേണ്ട ആവശ്യമില്ല. ഇനി ലിറ്റർ, അപ്പൊ ആ തരത്തിൽ പറയാത്തതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ ചെയ്യേണ്ട ആവശ്യം ഇല്ല. നോക്കൂ, ഇനി രണ്ടാമത് പറഞ്ഞത് നോക്ക്. ഇതൊരു സമചതുര കട്ട എന്ന് പറഞ്ഞാല്, സമചതുരം എന്ന് പറഞ്ഞാല് നീളം, വീതി, ഉയരം ഒരേപോലുള്ള ഒരു ക്യൂബാണ്. ഏത് മാതിരിയുള്ള ക്യൂബ് എന്ന് പറഞ്ഞാല് ഇതൊരു ചെറിയ ക്യൂബാണ്. ഇതേ മാതിരിയുള്ള ഒരു ക്യൂബ്. ഇത് 4 ഇത് 4 ഇത് 4 വരുന്ന രീതിയിൽ. ഓക്കെ, ഇതിന് അകത്ത് ഉള്ളു പൊള്ളയാന്ന് വിചാരിക്കുക, ഉള്ളു കാലിയാണ് ഇതിനകത്ത്. എങ്കില് 2 സെന്റിമീറ്റർ വീതമുള്ള ഒരേപോലെയുള്ള കുഞ്ഞി കുഞ്ഞി കട്ടകള്, ചെറിയ കട്ടകള്, ഈ ഓരോ ബ്ലോക്ക്, ചെറിയ ബ്ലോക്ക് എത്ര എണ്ണം ഇതിനകത്ത് വെക്കാൻ കഴിയുമെന്നാണ്
നമ്മൾ നോക്കുന്നത്. അത് സിമ്പിളാണ്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ മതിലിന് കല്ല് കിട്ടുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതേമാതിരി നമ്മളുടെ മതിലിന്റെ നീളാണ് ഇവിടത്തേക്ക് വിചാരിക്കുക. അതിൽ വെക്കുന്ന ഒരു കല്ലിന്റെ നീളം 2 ആണെന്ന് വിചാരിക്കുക. 2 ആണ് അവര് നമ്മളോട് ചോദിച്ചത്. 2 വരുന്ന രീതിയിൽ എത്രണ്ണം വെക്കാൻ പറ്റുന്നു നോക്ക്. നമുക്ക് അപ്പൊ എത്രയാണ് ഇവിടെ ആകെ എത്രയുള്ളത്? 4 സെന്റിമീറ്റർ ഉള്ളത്. അപ്പൊ നീളത്തിൽ എത്ര കല്ല് വെക്കാൻ പറ്റും? 2 ആണ് ഒരു കല്ലിന്റെ നീളം. അപ്പൊ എത്രണ്ണം വെക്കാൻ പറ്റും? 2 എണ്ണം ഇങ്ങനെ നമുക്ക് വെക്കാൻ പറ്റും. നീളത്തില് 2 എണ്ണല്ലേ വെക്കാൻ പറ്റുള്ളൂ. ഒരേപോലെ ആയിരിക്കുവേ. ഓക്കെ, ഒരേപോലെ ഉള്ള 2 എണ്ണം നീളത്തിൽ വെക്കാൻ പറ്റും. 2 സെന്റിമീറ്റർ വീതമുള്ള തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നീളത്തിൽ വെക്കാൻ പറ്റുന്നത്, ശ്രദ്ധിക്ക, നീളത്തിൽ വെക്കാൻ പറ്റുന്നത് എത്ര എണ്ണം? 2 എണ്ണം. 2 എണ്ണം. കാരണം ഒന്നിന്റെ വലിപ്പം എത്രയാണ്? ഒന്നിന്റെ വലിപ്പം 2 ആണ്. ഇതിന്റെ വലിപ്പം 2 ആണ്. ഓക്കെ, അപ്പൊ എത്ര എണ്ണം? 4 ഇവിടത്തേക്ക് ഉണ്ട്. അപ്പൊ ഇത് 2 ആണ്. 2, ഇതും 2. അപ്പൊ 2 എണ്ണം ഇങ്ങനെ വെക്കാൻ പറ്റും. വീതിയിൽ എത്ര എണ്ണം വെക്കാൻ പറ്റും നോക്കിയാൽ, ഇതാണ് വീതി. വീതി എത്രയുള്ളത്? 4. അതിലും എത്ര നമുക്ക് വെക്കാൻ പറ്റുള്ളൂ? നമുക്ക് അതിലും 2 എണ്ണം മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. 2 എണ്ണം അതിലും വെക്കാം. ഉയരത്തിൽ എത്ര എണ്ണം വെക്കാൻ പറ്റും നോക്കിയാൽ, ഇതാണ് ഇത്. ഉയരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഉയരമാണ്. അവിടെയും നമുക്ക് എത്ര എണ്ണം വെക്കാൻ പറ്റുള്ളൂ? ഉയരത്തിലും 2 കല്ലിന്റെ ഉയരല്ലേ പറ്റുള്ളൂ. 2 കല്ലിന്റെ ഉയരം നമുക്ക് അവിടെയും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞാല് നീളത്തിൽ 2 എണ്ണം വെക്കാം, വീതിയിലും 2 കല്ല്, ഉയരത്തിലും 2 കല്ല്. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ അതിലാകെ എത്ര കല്ല് വെക്കാമെന്നാണ് ചോദ്യം. അത് കിട്ടാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്താണെന്നറിയോ? ഇത് 3ഉം കൂടാ നമ്മൾ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഗുണിച്ചാൽ മതി. അപ്പൊ ടോട്ടല് ബ്ലോക്ക് എത്ര വരില്ലേ? ടോട്ടല് നമ്പർ എത്ര കിട്ടും നമുക്ക്? 2 × 2 × 2. ആൻസർ എത്ര കിട്ടും? 8 എണ്ണം കിട്ടും. അപ്പൊ കുട്ടികൾക്ക് ഒരു ഡൗട്ട് വരും, അതെങ്ങനെയാണെന്ന്. അത് ഞാൻ പറഞ്ഞുതരാം. ഉത്തരം കണ്ടുപിടിക്കുന്ന രീതി മനസ്സിലായല്ലോ. നീളത്തിൽ എത്ര എണ്ണം വെക്കാൻ പറ്റും നോക്കാം. 4 ഇല്ല, ഇവിടെ 2 എണ്ണം. ഇവിടെ 6 ഉണ്ടെങ്കിലോ മക്കളെ, ഇവിടെ 6 സെന്റിമീറ്റർ ഉണ്ട് വിചാരിച്ചോ. ഒന്നിന്റെ നീളം 2 ആണ്. അപ്പൊ നീളത്തിൽ 3 എണ്ണം വെക്കാൻ പറ്റും. ഐഡിയ മനസ്സിലാക്കണേ. നീളത്തിൽ അന്നേരം 3 എണ്ണം വെക്കാൻ പറ്റും. ഇത് 4 ആയതുകൊണ്ടാണ്, ഒന്നിന് 2 സെന്റിമീറ്റർ നീളമുണ്ട്, അതുകൊണ്ടാണ് 2 എണ്ണം വെക്കാൻ പറ്റുക കേട്ടോ. അപ്പൊ നോക്കിക്കോ നിങ്ങള് 8 എണ്ണം എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞുതരാം. ഇവിടെ താഴത്തതില് 4 എണ്ണം വെക്കാലോ. ഏറ്റവും താഴത്തതില് ഇവിടെ 2 വെച്ചു, അപ്പുറം 2 വെച്ചപ്പോ 4 എണ്ണം കിട്ടും. ഈ താഴെ 4 എണ്ണം വെച്ചാല് അതേപോലെയുള്ള 4 എണ്ണം ഏടിയും വെക്കാൻ പറ്റും, ഇതിന്റെ മേലെയും വെക്കാൻ പറ്റും. നോക്കിയാൽ എത്ര എണ്ണം വെക്കാൻ പറ്റും നോക്കിയാൽ. മേലെ വെച്ച കണ്ടോ? 1, 2. ഇവിടെ 4 എണ്ണം കണ്ടോ? ഈ 4 എണ്ണം മേലെയുണ്ട്, അതിന്റെ സൈഡാണ് ഇത് കേട്ടോ. ഈ മേലത്തെ 4 എണ്ണത്തിന്റെ സൈഡാണ് ഇത്. അപ്പൊ 4 എണ്ണം മേലെ വെച്ചു. ഇതേമാതിരി 4 എണ്ണം താഴെ ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കാൻ പ്രയാസത്തിന് വേണ്ടി ശ്രമിക്കണ്ട. എന്ത് ചെയ്താൽ മതി? നീളത്തിൽ വെക്കാൻ പറ്റുന്നത് എഴുതുക, വീതിയിൽ വെക്കാൻ പറ്റുന്നത്, ഉയരത്തിൽ വെക്കാൻ പറ്റുന്നത്. അത് 2, 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിന്റെ ആൻസർ ആയി. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ചതുരപ്പെട്ടിയുടെ ആകൃതിയിലുള്ള ഒരു ടാങ്കിന്റെ അകത്തെ അളവുകള് 70 സെന്റിമീറ്റർ, 80 സെന്റിമീറ്റർ, 90 സെന്റിമീറ്റർ ആണ് എങ്കില് ഇതില് എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ചോദ്യം അവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും അവിടെയുണ്ട്. അപ്പൊ നമ്മുടെ ഈ ബോക്സിന്റെ, ഈ ടാങ്കിന്റെ, ഈ പാത്രത്തിന്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് അളവുകൾ, 3 അളവുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യത്തേന എൽ എന്നെടുത്തു ഞാൻ, രണ്ടാമത്തേന ബി എന്നെടുത്തു, മൂന്നാമത്തേന എച്ച് എന്നെടുത്തു. അപ്പൊ കുട്ടികൾക്ക് ഒരു ഡൗട്ട് വരും, ഏറ്റവും വലുതിനെ എൽ എടുക്കണ്ടേ? അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമുക്ക് 3 അളവുകൾ തന്നു കഴിഞ്ഞാൽ ഒന്നിനെ എല്, ഒന്നിനെ ബി, ഒന്നിനെ എച്ച് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ വോളിയം, ലിറ്ററിലേ പറയേണ്ടത്. ലിറ്റർ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി, ഉള്ളളവ് കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പൊ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വോളിയം. ശ്രദ്ധിക്കണം കുട്ടികളെ, വ്യാപ്തമാണ് കണ്ടുപിടിക്കേണ്ടത്. വ്യാപ്തം കിട്ടാനുള്ള വഴി എന്താ? എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. എല്ലും ബിയും എച്ചും. അതായത് ഏതെല്ലാം? 70, എല്ലാം സെന്റിമീറ്ററിലാണ്, അതുകൊണ്ട് വേറെ ചേഞ്ച് ഒന്നും വരുത്തണ്ട. 70 × 80 × 90. നോക്ക്, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. 7നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, നമുക്ക് എത്ര കിട്ടും? 56 കിട്ടും. 7, 8, 56, 56. അതിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്കറിയാലോ, 54 ബാക്കി 5, 45, 5, 50. നമുക്ക് എത്ര കിട്ടും? 504 കിട്ടും. ആ 504 കിട്ടിയ എത്ര പൂജ്യം എക്സ്ട്രാ ഉണ്ട് നോക്കിയാൽ?
ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0. ടോട്ടൽ എത്ര 0? 3 0. ഇത്ര എന്താണ് യൂണിറ്റ് വരല്? എല്ലാം സെന്റിമീറ്ററിലാണ്. അതുകൊണ്ട് ഇതെന്താ ഉത്തരം വരല്? ഘന സെന്റിമീറ്റർ. എന്താണ് വരിക? ഘന സെന്റിമീറ്റർ. അതായത് മലയാളത്തിൽ പറഞ്ഞാല് ഇംഗ്ലീഷിൽ പറഞ്ഞാല് ക്യൂബിക് സെന്റിമീറ്റർ. അപ്പൊ എന്താണ്, എത്ര ലിറ്റർ എന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്കറിയാം ഇതിപ്പോ കിട്ടിയത് എത്രയാണ്? സെന്റിമീറ്ററിലാണ്. നമുക്കറിയാം 1000 cm³ ആണ് 1 ലിറ്റർ. ശ്രദ്ധിക്കണേ, 1000 ഘന സെന്റിമീറ്റർ ആണ്. 1000 ഘന സെന്റിമീറ്റർ ആണ് 1 ലിറ്റർ. ശ്രദ്ധിക്കുക, 1000 ക്യൂബിക് സെന്റിമീറ്റർ ആണ് എന്ത്? 1 ലിറ്റർ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ പറഞ്ഞതില് ഇത് ഓർമ്മിച്ച് വെക്കണേ, നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോ എത്ര വരും? ഇവിടെ എത്ര 1000 ഉണ്ട്? 504 1000 ഇല്ലേ? അപ്പൊ നമുക്ക് എത്ര എഴുതാം? 1000 1 ലിറ്റർ ആണ്. അപ്പൊ ഇതിൽ എത്ര ലിറ്റർ? സിമ്പിൾ ആയി കിട്ടും നമുക്ക് 504 ലിറ്റർ കിട്ടും നമുക്ക് ലിറ്റർ. കാരണം ഇത്ര 1000 ഉണ്ടല്ലോ, 504 1000 ഉണ്ട്. 1000 1 ലിറ്റർ. അപ്പൊ 504 അത്ര ലിറ്റർ. ഇത്രയും 504 ലിറ്റർ ആൻസർ കിട്ടും. ഓക്കെ, ഇതാണ് അതിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ഉള്ളളവ് എന്ന് പറയുന്നത്. ഉള്ളളവ്. ഓക്കെ, നല്ല ചോദ്യമല്ലേ? ഓക്കെ, ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്. ഒരു ചതുരപാത്രത്തിന് 90 സെന്റിമീറ്റർ നീളവും 40 സെന്റിമീറ്റർ വീതിയും ഉണ്ട്. ആ പാത്രത്തിൽ 150 ലിറ്റർ വെള്ളമുണ്ട് എങ്കിൽ ആ പാത്രത്തിന്റെ ഹൈറ്റ് എത്രയായിരിക്കും എന്നാണ് പറഞ്ഞത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ദാ ഇങ്ങനെയുള്ള ഒരു പാത്രം ഉണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെയുള്ള ഒരു പാത്രത്തില് എന്തൊക്കെയാണ് തന്നത്? 90 മീറ്റർ നീളമുണ്ട്, 40 സെന്റിമീറ്റർ വീതിയുണ്ട്, ഹൈറ്റ് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതിൽ കൊള്ളുന്ന വെള്ളം നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? 150 ലിറ്റർ. അപ്പൊ ഈ 150 ലിറ്റർ എന്ന് പറയുന്നതിനെ നമ്മൾ എന്താക്കി മാറ്റണം? ഒന്നിക്കല് നമുക്കറിയാം 1 ലിറ്റർ എന്ന് പറഞ്ഞാല് 1000 സെന്റിമീറ്റർ ക്യൂബാണ്. 1000 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾക്ക് ഇവിടെ തന്നിരിക്കുന്ന അളവുകളെല്ലാം സെന്റിമീറ്ററിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം? നമ്മൾക്ക് ഈ 180 ലിറ്ററിന് നമുക്ക് എങ്ങനെ എഴുതാം? 180 ഇൻറ്റു 1000 ക്യൂബിക് സെന്റിമീറ്റർ, അല്ലെങ്കിൽ നമുക്ക് എഴുതാം ഘന സെന്റിമീറ്റർ. ശ്രദ്ധിക്കണം, ചില കുട്ടികൾക്ക് ഇത് പിടികിട്ടൂല. അപ്പൊ ആൻസർ വരല് 18. എത്ര 0 ഇട്ടാൽ മതി? 4 0 ഘന സെന്റിമീറ്റർ. ഞാൻ ഒന്നും കൂടെ വ്യക്തമാക്കി തരാം. ക്യൂബിക് സെന്റിമീറ്റർ. എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത് പറഞ്ഞുതരാം. ഇതാണ് വോളിയം അല്ലെങ്കിൽ വ്യാപ്തം. ശ്രദ്ധിക്കുക കുട്ടികളെ, നമുക്ക് തന്നിട്ടുണ്ട് 2 അളവുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനെ ഞാൻ L എന്ന് വിളിച്ചു, ഇതിനെ ഞാൻ B എന്ന് വിളിച്ചു. ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഇത് 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് വോളിയം വ്യാപ്തം കിട്ടുന്നത്. ആ വ്യാപ്തത്തിന് നമുക്ക് വോളിയത്തിന് ഏതിലാ തന്നിട്ടുള്ളത്? ലിറ്ററിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ ലിറ്റർ തന്നതിനാ ഒന്നിക്കിന് നമ്മൾ എന്താക്കണം? മീറ്റർ ക്യൂബിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ സെന്റിമീറ്റർ ക്യൂബിലേക്ക് മാറ്റണം. അതായത് ലിറ്ററിനെ ശ്രദ്ധിക്കണം, ഒന്നിക്കിൽ നമ്മൾ ക്യൂബിക് മീറ്ററിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ നമ്മൾ ഏതിലേക്ക് മാറ്റണം? ഈ ക്യൂബിക് സെന്റിമീറ്ററിലേക്ക് മാറ്റണം. ശ്രദ്ധിക്കണേ, മലയാളത്തില് ഘന മീറ്ററിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഘന സെന്റിമീറ്ററിലേക്ക് മാറ്റണം. ആരെ? ലിറ്ററിനെ. കാരണം എന്താ? ഇവിടെ അളവ് സെന്റിമീറ്ററിലാണ്. അപ്പൊ ഇത് ഏതിലേക്ക് മാറ്റണം ലിറ്ററിനാന്നുള്ളത് ഈ അളവ് നോക്കിയിട്ടാണ് മനസ്സിലാക്കുക. ഇവിടെ സെന്റിമീറ്റർ ആയതുകൊണ്ട് നമ്മൾ ലിറ്ററിനെ ഏതിലേക്ക് മാറ്റുക? സെന്റിമീറ്റർ ക്യൂബിക് സെന്റിമീറ്ററിലേക്ക് മാറ്റുക. അപ്പോ 1 ലിറ്റർ എന്ന് പറഞ്ഞാല് എത്രയാണ് നമുക്കറിയാം? 1 ലിറ്റർ ഈക്വൽ ടു, ലിറ്ററിനെ ക്യൂബിക് സെന്റിമീറ്റർ മാറ്റുന്നത് ഈക്വൽ ടു 1000 ക്യൂബിക് സെന്റിമീറ്റർ. 1000 ഘന സെന്റിമീറ്റർ ആണ് ആര്? 1 ലിറ്റർ. 1 ലിറ്റർ നമുക്ക് തന്നത് എത്ര ലിറ്ററാ? 150 ലിറ്റർ ആണ്. അപ്പൊ 150നെ 1000 കൊണ്ട് ഗുണിക്കണ്ടേ? 150നെ 1000 ക്യൂബിക് സെന്റിമീറ്ററിനെ കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ഈ ഇത്രയും നമ്പർ ഘന സെന്റിമീറ്റർ കിട്ടും.
അപ്പൊ ഇതെന്താണ്? ഈ ലിറ്റർ ഇപ്പൊ ഏതിലായി? നമ്മുടെ വോളിയത്തിലായി, വ്യാപ്തത്തിലായി. അപ്പൊ വ്യാപ്തത്തിന്റെ മീനിങ് എന്താ? L ഇൻറ്റു ബി ഇൻറ്റു എച്ച് അല്ലേ നമ്മുടെ വോളിയം, വ്യാപ്തം, വോളിയം അല്ലെങ്കിൽ വ്യാപ്തം, നീളം, വീതി ഗുണം. നമുക്ക് നോക്ക്, 90, L 90 ആണ്. ബി എത്ര എടുത്തു? ഞാൻ 40 എടുത്തു. എച്ച് നമുക്കറിയില്ല. എച്ച് അല്ലെങ്കിൽ മലയാളം കുട്ടികൾ എച്ച് എന്ന് എഴുതാം, അല്ലെങ്കിൽ വി എന്ന് എഴുതാം കേട്ടോ. വി ഹൈറ്റ് എന്ന് എഴുതാം, ഉയരം എന്ന് എഴുതാം. ഈക്വൽ ടു നമുക്ക് എത്ര എഴുതാം? വ്യാപ്തത്തിന് പകരം 18,40. 18,40. ഓക്കെ, 1,80,000 എന്നൊക്കെ വായിക്കാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു നോക്കിക്കോ കുട്ടികള്. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 9 4 36. 2 0 ഉണ്ടല്ലോ, 2 0 ഇൻറ്റു എച്ച് ഈക്വൽ ടു 18,40. 18,40. ഇത് വേറെയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ എച്ച് നമുക്ക് എന്ത് എഴുതാം? ഞാൻ പറഞ്ഞില്ല, എച്ചിന്റെ കൂടെ ഒരു നമ്പർ ഉണ്ടെങ്കിൽ ഇത് ഹരിക്കണം, ബൈ, ഡിവൈഡഡ് ബൈ ആക്കി പോകണം. എച്ച് ഈക്വൽ ടു എത്ര കിട്ടും? 18,40 ഡിവൈഡഡ് ബൈ എത്ര കിട്ടും? 36,00. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയില് ഒരുപാട് കണക്കിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ചെറിയ എക്സാമ്പിൾ ഒക്കെ വെച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് 0 0 കട്ട് ചെയ്യുക, 0 0 നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് ചുരുക്കി എഴുതണം. നോക്കൂ കുട്ടികളെ, 1800 ഇങ്ങനെ കിട്ടും നമുക്ക്. എച്ച് ഈക്വൽ ടു 1800 ബൈ 36. രണ്ടും ഇരട്ട നമ്പർ അല്ലേ? അപ്പൊ 18ന്റെ പകുതി എത്ര? 920. ഇതിന്റെ പകുതി എഴുതി കേട്ടോ. ഇതിന്റെ പകുതി എത്ര വരല്? 18. ഓക്കെ, ഇനി ഇതിനെ വീണ്ടും 2 കൊണ്ട് ചുരുക്കാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 450. 90ന്റെ പകുതി 45. 450. 18ന്റെ പകുതി എത്ര? 9. ഇനി നമുക്ക് ചെയ്യാൻ പറ്റും. 45ൽ എത്ര 9 ഉണ്ട് നമുക്കറിയാം. 5 9 45 ആണല്ലേ? അപ്പൊ അതിന്റെ ഉത്തരം എത്ര കിട്ടും? 50. കാരണം എന്താ? 45 അതിനെ 9 കൊണ്ട് ഹരിച്ചാൽ നമുക്കറിയാം 5 ആണ്. 45നെ ഡിവൈഡ് ചെയ്താല് 5. അപ്പൊ 450 ആവുമ്പോ 50. കറക്റ്റ്. അപ്പൊ നമുക്ക് ആൻസർ ആയി കഴിഞ്ഞു. എത്ര? എച്ച് എന്ന് പറഞ്ഞാൽ ഉയരല്ലേ? നീളം വീതി ഇവിടെ ഉണ്ട്, ഉയരം. അപ്പൊ നമുക്ക് എഴുതാം മലയാളത്തില് ഉയരം സമം 50 സെന്റിമീറ്റർ. ഇംഗ്ലീഷിലാണെങ്കിൽ ഹൈറ്റ് ഈക്വൽ ടു എത്ര? 50 സെന്റിമീറ്റർ. സെന്റിമീറ്റർ മലയാളത്തിൽ എഴുതാട്ടോ, 50 സെന്റിമീറ്റർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ കണക്കില് ശ്രദ്ധിക്കേണ്ടത്. എന്തൊക്കെയാണ്? നീളം, വീതി, ഉയരം കണ്ടുപിടി. ഇത് എഴുതാൻ വിഷമം ഉണ്ടാവില്ല. 150 ലിറ്റർ തന്നിന്. ലിറ്ററിനെ ഏതിലേക്ക് മാറ്റി? ലിറ്ററിനെ മീറ്റർ ക്യൂബിലേക്ക്, ഘന മീറ്ററിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ക്യൂബിക് മീറ്ററിലേക്ക് മാറ്റാം, അതേപോലെ ക്യൂബിക് സെന്റിമീറ്ററിലേക്ക് മാറ്റാം. അപ്പൊ ഇവിടുത്തെ അളവ് നോക്കി, സെന്റിമീറ്റർ, അതുകൊണ്ട് ക്യൂബിക് സെന്റിമീറ്ററിലേക്ക് മാറ്റി. അപ്പൊ 1 ലിറ്റർ എത്ര ക്യൂബിക് സെന്റിമീറ്റർ ആണ്? 1000 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. നമുക്ക് എത്രയുള്ളത്? 180. അപ്പൊ 180നെ 1000 കൊണ്ട് ഗുണിച്ചു. അപ്പൊ ഇത് വോളിയം ആയി. ലിറ്ററിനെ വോളിയാക്കാനാണ് നമ്മൾ എന്ത് ചെയ്തത്? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്.